ദൈവവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ഭാവിക്കേണ്ടതിന് മീതെ ആരും ഭാവിച്ച് ഉയരരുത്. മറ്റുള്ളവർക്ക് മീതെ നാം നമ്മെ ഉയർത്തുന്നു എങ്കിൽ നമ്മിൽ സാത്താൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. എപ്പോഴും ക്രിസ്തുവിൻ്റെ ആത്മാവ് മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരെന്നെണ്ണുവാൻ പ്രേരിപ്പിക്കുമ്പോൾ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് എപ്പോഴും മറ്റുള്ളവരെക്കാൾ നമ്മെ തന്നെ ഉയർത്തുവാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ നാം ആയിരിക്കുന്ന ആത്മീക നിലവാരത്തേക്കാൾ ഉയർന്നതാണ് എൻ്റെ ആത്മീക നിലവാരം എന്ന് ബോധപൂർവമോ അല്ലാതെയോ മറ്റുള്ളവർക്ക് വിശ്വസിക്കത്തക്ക നിലയിൽ ഞാനൊരു ധാരണ നൽകുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഞാൻ ഒരു കപട ഭക്തിക്കാരനാണ്. ഒന്നുകൂടി അത് ആവർത്തിക്കാം. നാം ആയിരിക്കുന്ന ആത്മീക ജീവിതത്തിന് മുകളിലാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ നാം ശ്രമിക്കുന്ന കാപട്യത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് യേശു ഒരു ഉപമ പറഞ്ഞു. അതായത്, ഇവിടെ തങ്ങൾ നീതിമാന്മാരാണെന്നവർ ഉറച്ചിരിക്കുന്നു, അപ്പോൾ തന്നെ മറ്റുള്ളവരെ അവർ ധിക്കരിക്കുന്നു. യഥാർത്ഥത്തിൽ നീതിമാനായ ഒരു വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാനേ സാധ്യമല്ല. തങ്ങൾ മാത്രം നീതിമാന്മാർ, മറ്റുള്ളവരൊക്കെ തങ്ങളെക്കാൾ ഏറ്റവും ചെറിയവർ, അല്ലെങ്കിൽ തങ്ങളുടെ ആത്മീയ ജീവിത നിലവാരത്തിനൊത്തവണ്ണം വളരാത്തവർ എന്ന് ചിന്തിക്കുന്നവർ. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് യേശു പറഞ്ഞ ഉപമയാണ് ലൂക്കോസ് 18-9 മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, 2 പേരും ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. 2 പേരും ഒരു ആലയത്തിൽ വന്നിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പരീശനെക്കുറിച്ച് പറയുന്നത്, അവൻ പറയുകയാണ്, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, തൻ്റെ അടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും അല്ല. അപ്പോൾ താൻ തന്നെ താരതമ്യം ചെയ്യുന്നത് മറ്റുള്ള മനുഷ്യരുമായിട്ടാണ്. അവരെക്കാൾ താൻ എന്തൊക്കെയോ ആണെന്ന് താൻ ഭാവിക്കുന്നു. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുകയാണ്. അവരെല്ലാം, മറ്റുള്ളവരെല്ലാം, പള്ളിയിൽ വരുന്നവരെല്ലാം തന്നെക്കാൾ കുറഞ്ഞവരാണെന്ന് പരീശനങ്ങ് ചിന്തിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിൽ ഒക്കെയും പതാരം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സ്വയനീതീകരണത്തിൻ്റെ ആത്മാവാണ് അദ്ദേഹത്തിലുണ്ടായിരുന്നത്. ഞാൻ നീതിമാനും മറ്റുള്ളവരെല്ലാം പാപികളും എന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ ധിക്കാരത്തോടെ വിധിക്കുന്ന മനുഷ്യന്മാർ. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൂടാ എന്നില്ല. നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, മറ്റുള്ളവരൊക്കെ മോശം, നാമാണ് ശരി. മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ പോലും അംഗീകരിപ്പാൻ ചിലപ്പോൾ നമുക്ക് മനസ്സുണ്ടാവുന്നില്ല. ഞങ്ങളുടെ ഉപദേശമാണ് ശ്രേഷ്ഠ ഉപദേശം, ഞങ്ങളുടെ സഭയാണ് അപ്പോസ്തോലിക ഉപദേശം മുറുകെ പിടിക്കുന്ന സഭ, ഞങ്ങളാണ് സിയോനിൽ പോകുന്നവർ. അങ്ങനെ എത്രയോ നിലകളിൽ ചിന്തിക്കുന്ന ആളുകൾ.
എന്നാൽ പാപിയായ മനുഷ്യൻ്റെ, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഒന്നും പറയാനില്ല. താൻ പാപിയാണെന്ന് മാത്രം ദൈവത്തോട് പറയുന്നു. കരുണയ്ക്ക് വേണ്ടി താൻ അപേക്ഷിക്കുന്നു. താനൊരു രോഗിയാണെന്നും തനിക്കൊരു രക്ഷകനെ ആവശ്യമാണെന്നും ആ മനുഷ്യന് നന്നായിട്ട് അറിയാമായിരുന്നു. തനിക്ക് ആവശ്യബോധം ഉള്ളവനായിരുന്നു. ദൈവത്തെയാണ് താൻ അന്വേഷിക്കുന്നത്. തീർച്ചയായും രോഗിയായ ഒരു മനുഷ്യൻ ഒരു ഡോക്ടറെയാണ് തിരയുന്നത്. സൗഖ്യം തരുന്ന ഒരു നല്ല വൈദ്യനെയാണ് രോഗിയായ ആളുകൾ അന്വേഷിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് ശോധന ചെയ്യാം. നാം നമ്മുടെ ആത്മീയ നിലവാരം മറ്റുള്ളവരുടെ ആത്മീയ നിലവാരവുമായിട്ട് തട്ടിച്ച് അളന്ന് നോക്കുമ്പോൾ ഈ മനോഭാവം നമ്മളിൽ ഉണ്ടാകാറുണ്ടോ? ഒരിക്കലും നാം നമ്മെ അളക്കേണ്ടത് മറ്റുള്ള മനുഷ്യരുമായിട്ടല്ല, ക്രിസ്തുവുമായിട്ടാണ് നാം നമ്മെ അളന്ന് നോക്കേണ്ടത്. ക്രിസ്തുവാണ് പൂർണ്ണൻ. ക്രിസ്തു മാത്രമാണ് പൂർണ്ണനായവൻ. ക്രിസ്തുവുമായിട്ട് നമ്മുടെ ജീവിതം നാം തട്ടിച്ചു നോക്കിയാൽ, അളന്ന് നോക്കിയാൽ, നാം സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ച് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. മറ്റുള്ളവർക്ക് മീതെ നമ്മെ ഉയർത്താതിരിക്കാം. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. സ്വർഗീയപിതാവേ, കൃപ ഞങ്ങൾക്ക് ലഭിക്കണം. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.